ദുരഭിമാനക്കൊല ആക്രമമല്ലെന്ന് നടനും സംവിധായകനുമായ രഞ്ജിത്ത്. സൂര്യ 44ന്റെ ചിത്രീകരണത്തിനിടെ നടൻ സൂര്യയ്ക്ക് പരിക്ക്. തലയ്ക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ അജു അലക്സ് എന്ന യൂട്യൂബർ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. തിയേറ്ററിലെത്തി പരാജയപ്പെട്ടതിന് ശേഷം പിന്നാലെ OTT റിലീസ് നടത്തി ട്രോൾ അഭിഷേകം നേടുകയാണ് ഇന്ത്യൻ 2 എന്ന ചിത്രം. രാജമാണിക്യം ഉൾപ്പെടെ നിരവധി മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് രഞ്ജിത്ത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ദുരഭിമാനക്കൊല ആക്രമമല്ലെന്ന് പറയുകയാണ് നടനും സംവിധായകനുമായ രഞ്ജിത്ത്. പുതിയ സിനിമയുടെ പ്രൊമോഷനിടെയായിരുന്നു താരത്തിന്റെ വിവാദപരമായ പരാമർശം. തമിഴ്നാട്ടിൽ നടക്കുന്ന ജാതി ദുരഭിമാനക്കൊലയെ അക്രമമായി കാണാനാവില്ല. അത് മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള കരുതലാണെന്നാണ് രഞ്ജിത്തിന്റെ അഭിപ്രായം. രഞ്ജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാതാപിതാക്കൾക്ക് മാത്രമേ വേദന മനസ്സിലാകൂ. ഒരു ബൈക്ക് മോഷ്ടിക്കപ്പെട്ടാൽ നമ്മൾ പോയി അതിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കില്ലേ? ആ മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതം എന്ന് പറയുന്നത് മക്കളായിരിക്കും. അവർക്ക് ദേഷ്യം വരികയും അത് കാണിക്കുകയും ചെയ്യുമെന്നും അത് അക്രമമല്ല, അത് അവരോടുള്ള കരുതലാണെന്നുമാണ് രഞ്ജിത്തിന്റെ അഭിപ്രായം. പുതിയ ചിത്രത്തിന്റെ ഭാഗമായി സേലത്തെ തിയേറ്ററിലെത്തിയതായിരുന്നു താരം. ദുരഭിമാന കൊലയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് വിവാദ പ്രതികരണം നടത്തിയത്. രഞ്ജിത്തിന്റെ പ്രതികരണം രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇരയാവുകയാണിപ്പോൾ. ദുരഭിമാനക്കൊലയിൽ തമിഴ്നാട്ടിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇത്തരം പ്രതികരണം നടത്താൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് വിമർശിക്കുന്നവരുടെ ചോദ്യം. ഇത് ആദ്യമായല്ല രഞ്ജിത്ത് വിവാദ പരാമർശം നടത്തുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പരാമർശവും വിവാദമായിരുന്നു. സൂര്യ 44ന്റെ ചിത്രീകരണത്തിനിടെ നടൻ സൂര്യയ്ക്ക് പരിക്കേറ്റു. തലയ്ക്കാണ് താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. 2D എന്റർടൈൻമെന്റ്സിന്റെ ഡയറക്ടറും സഹനിർമ്മാതാവുമായ രാജശേഖരൻ പാണ്ഡ്യൻ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ചെറിയ പരിക്കാണ്, വിഷമിക്കേണ്ട. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് സൂര്യണ്ണൻ തികച്ചും സുഖമായിരിക്കുന്നു. പരിക്കേറ്റ താരത്തെ ഊട്ടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു ദിവസം താരത്തിന് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ 44ന്റെ രണ്ടാം ഷെഡ്യൂൾ ഈ മാസം ആദ്യമാണ് ഊട്ടിയിൽ തുടങ്ങിയത്. മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് ശരിയല്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യൂട്യൂബറായ ചെകുത്താൻ എന്ന അജു അലക്സ്. മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ അജു അലക്സിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. തിരുവല്ല പോലീസാണ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് അജുവിനെതിരെ കേസെടുത്തത്. ജാമ്യം ലഭിച്ചതിന് ശേഷം നൽകിയ പ്രതികരണത്തിലാണ് മോഹൻലാലിനെതിരെയുള്ള ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നതായി അജു അലക്സ് പറഞ്ഞത്. അഭിപ്രായങ്ങൾ ഇനിയും തുറന്നു പറയും. മോഹൻലാൽ വയനാട് പോയത് ശരിയായില്ല. ദുരന്തമുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് വേണ്ടത്. സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞുവെന്നും മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി കൊടുക്കുമെന്നുമാണ് അജു അലക്സ് പറയുന്നത്. കൾട്ട് ക്ലാസിക്കായി മാറിയ ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗം 2024 ജൂലൈയിലാണ് തിയേറ്ററുകളിലെത്തിയത്. കമൽ ഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം. എന്നാൽ ഇന്ത്യൻ എന്ന സിനിമ നേടിയ വിജയം പുനഃസൃഷ്ടിക്കാൻ കഴിയാതെ ബോക്സ് ഓഫീസ് ദുരന്തമായി മാറി. ഒപ്പം ഏറെ വിമർശനവും ട്രോളും ലഭിച്ചു. നിരാശാജനകമായ ബോക്സ് ഓഫീസ് പ്രകടനത്തിന് ശേഷം ഒരു മാസം തികയും മുൻപാണ് 2024 ഓഗസ്റ്റ് 9 ഇന്ത്യൻ 2 അതിന്റെ OTT റിലീസ് നടത്തിയത്. നെറ്റ്ഫ്ലിക്സിലെത്തിയ ചിത്രത്തിന്റെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം പതിപ്പുകൾ പ്രതീക്ഷിച്ചതുപോലെ കടുത്ത ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റുവാങ്ങുന്നത്. ശങ്കറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ചിത്രമാണ് ഇന്ത്യൻ 2 എന്ന് നേരത്തെ വിമർശനം വന്നിരുന്നു. ഇപ്പോൾ അത് വ്യക്തമാക്കുന്ന ചിത്രത്തിലെ രംഗങ്ങൾ കൂടി OTT റിലീസിന് ശേഷം ചേർത്ത് പറയുകയാണ് സോഷ്യൽ മീഡിയ. എക്സിലടക്കം ഉലക നായകൻ കമൽ ഹാസന്റെ റോളിനെ കുറിച്ച് വ്യാപകമായി മോശം അഭിപ്രായമാണ് വരുന്നത്. ഇന്ത്യൻ ആദ്യ ഭാഗത്തെ ക്ലാസിക് സേനാപതിയെ വെറും കോമാളിയാക്കിയെന്നാണ് പലരും പറയുന്നത്. ലോജിക്ക് ഒരിക്കലും ശങ്കർ പടത്തിൽ പ്രതീക്ഷിക്കരുത്, എന്നാൽ ഇത് അതിനപ്പുറമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ശരിക്കും ഇന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും മികച്ച ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന വ്യക്തിയാണ് കമൽ. അദ്ദേഹത്തിന് ഇതെന്തു പറ്റിയെന്നും ശരിക്കും അദ്ദേഹമാണോ ഡബ്ബ് ചെയ്തത് എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട്.
ഒരു ഇതിഹാസ സംവിധായകൻ വെറും കോമാളി സംവിധായകനായി എന്നാണ് മറ്റൊരു എക്സ് പോസ്റ്റ്. കോളിവുഡിലെ സമീപകാലത്തെ ഏറ്റവും മോശം ചിത്രമാണ് ഇന്ത്യൻ 2 എന്നാണ് ചില പോസ്റ്റുകൾ വരുന്നത്. അതേസമയം ഇന്ത്യൻ 2 നെറ്റ്ഫ്ലിക്സ് റിലീസിന്റെ ഭാഗമായി നെറ്റ്ഫ്ലിക്സിനായി കമൽ ഹാസൻ ചെയ്ത പ്രൊമോയുടെ അടിയിലും വ്യാപകമായ കമന്റുകളാണ് വരുന്നത്.